എന്തും ചെയ്യാൻ മടിയില്ലല്ലോ, അതല്ലേ കാണുന്നത്. ഇപ്പോ കരിങ്കൊടി കാണിച്ച ഉടൻ ICU പോയി വധശ്രമത്തിന് കേസെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തും ചെയ്യാൻ മടിയില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, രക്തസാക്ഷി ഫണ്ട് വക മാറ്റിയതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞപ്പോ ആ വീട്ടിലേക്ക് പടക്കമേറി അതുപോലെ ബൈക്ക് പോയ കാര്യങ്ങളൊക്കെ അറിയാം. ചില ആൾക്കാർക്കെതിരെ ശക്തമായിട്ട് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അറിയാം. അപ്പൊ പല കാര്യങ്ങളും നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലതും പുറത്തു പറയാത്തത്. അങ്ങനെയൊന്നും എന്തും എപ്പോ വേണേലും എന്തും ചെയ്യാമല്ലോ ആർക്കും. അതൊക്കെ ആർക്കും മടിയൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. പക്ഷെ അതൊന്നും ഇവിടെ ഈ കാലഘട്ടത്തിൽ അത്ര വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ പണ്ട് TPയെ വെട്ടിയ കാലം അത് ആ ചെയ്തവരിന്ന് ദുഃഖിച്ച് എരിഞ്ഞ് തീരുന്നുണ്ടാവും, ഉറപ്പാണ്. അത് സംശയമില്ലാത്ത കാര്യം. എപ്പോഴും നന്മ വേണമെന്നേ, നല്ല മനസ്സ് വേണം, എല്ലാരെയും ചേർത്ത് നിർത്താൻ കഴിയണം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മറ്റുള്ളവരെ വേദനിച്ച് എൻജോയ് ചെയ്താൽ അത് നമ്മളെ തിരിച്ചടി 10 ഇരട്ടിയായിട്ട് വരും. എഴുതി വെച്ചോണ്ടാ മതി. അന്ന് ആയിഷ പൂറ്റി ഓർക്കും തീർച്ചയായിട്ടും എല്ലാവരും. ഞാൻ ഇന്ന് വരെ ആരെയും വേദനിപ്പിക്കുന്ന ഒരു വർത്താനം പറയാറില്ല. എൻ്റെ അടുത്ത് വരുന്ന സങ്കടത്തോടെ വരുന്ന, തൊണ്ട അടച്ചിട്ടാ കേട്ടോ, എൻ്റെ അടുത്ത് പലരും ഇനി മരിക്കേ നിവർത്തിയുള്ളെന്നും പറഞ്ഞ് എത്ര കക്ഷികൾ വന്നിട്ടുണ്ടെന്നറിയോ. അവരെ അവിടെ ഇരുത്തി കുറേ നേരം സംസാരിപ്പിച്ച് ഒന്ന് ചിരിച്ചു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക സംതൃപ്തി നിങ്ങളൊക്കെ അതൊന്ന് അനുഭവിച്ചാലേ അതിൻ്റെ ഒരു സന്തോഷം അറിയാൻ പറ്റൂ. സങ്കടത്തോടെ വരുന്ന ഒരാളെ സന്തോഷത്തോടെ വിടാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിക്കൊണ്ടും പിന്നെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നാളെ കാലത്ത് ഇതിനെല്ലാം നമ്മൾ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തേജോവധം എനിക്കിപ്പോ ഈ ഇലക്ഷന് കൊട്ടാരക്കര മണ്ഡലത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യമായിട്ട് ഞാൻ കാണുന്നത് സൈബർ ആക്രമണം. സോഷ്യൽ മീഡിയയില് ആയിഷ പോറ്റി എന്ന സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചാണ് ഇവിടുത്തെ ഇലക്ഷൻ വർക്ക് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും ഇന്നലത്തെ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുക, അതിന്റെ അരികും മൂലയെ കട്ട് ചെയ്യുക, അതിന് കുറേ മോശം. ഞാനൊരു അമ്മൂമ്മയും ഒരു അമ്മയും ഒക്കെയാണ്. എനിക്ക് കൊച്ചുമക്കളുണ്ട്. എനിക്ക് ഇവിടുത്തെ കുട്ടികളെ ചെറുപ്പക്കാരെയൊക്കെ എൻ്റെ മക്കളെ പോലെയാ തോന്നാറ്. കൊച്ചു കുട്ടികളെ കണ്ട എൻ്റെ കൊച്ചുമക്കളെ പോലെയാ തോന്നാറ്. പ്രായമായവരെ എനിക്ക് എൻ്റെ ആരോ ആണെന്ന, എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മാവനോ അങ്ങനെയൊക്കെ ഉള്ളവരെ പോലെയാ തോന്നാറ്. എനിക്ക് ആ ഒരു ഫീലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എന്നെ അമ്മ എന്നോ അമ്മൂമ്മ തള്ളയെന്നോ നടുവൊടിഞ്ഞ തള്ളച്ചിന്നോ പിന്നെ കേൾക്കാൻ കൊള്ളാത്ത ഒത്തിരി, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയാൻ വയ്യ. എനിക്കെതിരെ ഇട്ട കമന്റ് അത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരിട്ടില്ല, എൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാണ്. ഞാൻ ഇടുന്ന പോസ്റ്റുകളുടെ, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒക്കെ താഴെ വന്നിട്ട് വളരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഉള്ള കമന്റ്സ്, അത് ഈ കൊട്ടാരക്കര മണ്ഡലത്തിലുള്ള ആൾ ഉൾപ്പെടെയുണ്ട്. അതിനെല്ലാം ഞാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, മന്ത്രി കഴിഞ്ഞൊരു ദിവസം ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അപ്പൊ തന്നെ അതിനൊരു നടപടി വന്നു. മറ്റേ മറുഭാഗത്തുനിന്ന് ഒരെണ്ണം വന്നാൽ അവരെ അടിച്ചമർത്തി അവിടെ ഇരിക്കും. അതാണ് അസ്വാതന്ത്ര്യം. ഭരണത്തിന്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ എന്താ അത് പറയത്തില്ല, നമുക്ക് റിസൾട്ട് വരുമ്പോ കാണാം. ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ ചെയ്യോ, എനിക്കറിയത്തില്ല. ഞാനൊരു എക്സാമ്പിൾ, ഈ BJPയുടെ ഒരു കൺവീനർ ഡോക്ടർ NN മുരളി CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ പോയി ഷാൾ അണിയിച്ച് ഒരു സപ്പോർട്ട് പറഞ്ഞേച്ച് പോയത് എന്താണെന്ന് നിങ്ങൾ പറയുക. എനിക്കറിഞ്ഞൂടാ. എന്ത് ഡീലെങ്കിലും ഉണ്ടോന്നില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ വായിച്ചതാണ്, ഫേസ്ബുക്കിലെല്ലാം കണ്ടു. അങ്ങനെ അദ്ദേഹം BJPയുടെ വലിയ ആളാണ്, അതിൻ്റെ ഒരു കൺവീനറാണ്. അദ്ദേഹം അവിടേക്ക് പോയി അദ്ദേഹത്തിന് ആശംസയെല്ലാം സപ്പോർട്ടും ഒക്കെ അറിയിച്ചു. ഒരു എക്സാമ്പിൾ മാത്രം പറയാം. അതുപോലെ ചില ആൾക്കാർ BJPയിലേക്ക് പോകുമ്പോൾ അവർക്കെതിരെ യാതൊരു ആക്രമണങ്ങളും ഇല്ല, നിശബ്ദമായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാനായിട്ടൊന്നും പറയാനായിട്ട് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, ഒരു കാരണവശാലും ബാധിക്കില്ല.